ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദവമായ സ്വാഗതം. ഈ അധ്യായത്തിൽ നമ്മൾ വിശകലനം ചെയ്യുന്നത് തിരുവോണം നക്ഷത്രത്തിൽ പിറന്നവരുടെ 2024 ആണ്ട് ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിലെ ഗുണദോഷ ഫലങ്ങളാണ്. ഞാനൊരു കാര്യം എടുത്തു പറയുകയാണ്. ഇത് തിരുവോണം നക്ഷത്രക്കാരുടെ പൊതുവായ ഫലമാണ് നമ്മളിവിടെ വിശകലനം ചെയ്യുന്നത്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും വ്യക്തിഗത ഫലം ലഭിക്കുന്നതിനായിട്ട് നിങ്ങളുടെ ജാതകം ഒരു ഉത്തമനായ ജ്യോതിഷിയെ കാണിച്ച് രാശി ചിന്തനം നടത്തി മുന്നോട്ട് പോകുന്നതാണ് എന്തുകൊണ്ടും നല്ലത്. ഇനി പൊതുവായ ഫലത്തിലേക്ക് വരാം. തിരുവോണം നക്ഷത്രത്തിൽ പിറന്നവർക്ക് ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിൽ കോടതി കേസുകളിലൊക്കെ അനുകൂലമായിട്ട് വിധി പ്രതീക്ഷിക്കാവുന്ന ഒരു സമയമാണ്. നിങ്ങൾക്ക് ഷെയർ മാർക്കറ്റ് ബിസിനസ് ചെയ്യുന്നവരൊക്കെ ഒന്ന് സന്തോഷിക്കാനുള്ള വകയുണ്ട്. കാരണം ഊഹക്കച്ചവടത്തിലൊക്കെ തൽക്കാലം ലാഭമൊക്കെ ഉണ്ടാവുന്നൊരു സമയമാണ്. സാധാരണ ലാഭം ഉണ്ടാകാറില്ല, പക്ഷേ ഇത്തവണത്തെ മാർക്കറ്റിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ മിച്ചമുണ്ടാവും. നിങ്ങളുടെ ഉറ്റ ബന്ധുക്കളൊക്കെ മറുപക്ഷത്ത് വന്ന് ചേരുന്നതാണ്. നിങ്ങൾക്കെതിരെ ശത്രു സ്ഥാനീയരായിട്ട് നിൽക്കുന്നതാണ്. ശത്രുപക്ഷത്ത് വന്ന് ചേരുന്നതാണ്. നിങ്ങൾക്കെതിരെ സംഘം ചേരാനുള്ള ശ്രമങ്ങൾ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതാണ്. കാർഷിക രംഗത്തുള്ളവർക്ക് പ്രതീക്ഷയിൽ കവിഞ്ഞ നേട്ടമാണ് ഈ ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിൽ കാണുന്നത്. കാർഷിക മേഖലയായിട്ട് ബന്ധപ്പെട്ട് കന്നുകാലി വളർത്തലായിക്കോട്ടെ, കൃഷി ആയിക്കോട്ടെ, എല്ലാത്തിൽ നിന്നും വലിയ കുഴപ്പമില്ലാതെയൊക്കെ ജീവിതമാർഗം നിങ്ങൾക്ക് ഉണ്ടാവും. നഷ്ടപ്പെട്ടു എന്ന് കരുതുന്ന ധനം തിരികെ ലഭിക്കുന്ന ഒരു അവസ്ഥ ഈ മാസങ്ങളിലുണ്ട്. ദീർഘനാളായിട്ട് നഷ്ടപ്പെട്ടു പോയ ദ്രവ്യം തിരികെ ലഭിക്കുന്നതാണ്. ഔദ്യോഗിക രംഗത്തുള്ള തടസ്സങ്ങളൊക്കെ ഒരുവിധം മാറിക്കിട്ടി ജോലിയൊക്കെ സുഗമമായിട്ട് പോകാൻ സാധിക്കുന്നതാണ്. നിങ്ങൾ യാത്രാവേളകളൊക്കെ വിഘ്നേശ്വര ഭഗവാനെ ധ്യാനിച്ചിട്ട് വേണം തുടങ്ങാനായിട്ട്. നിങ്ങളുടെ സാമ്പത്തിക ഇടപാടുകളിലൊക്കെ കരുതലോടുകൂടി ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. നിങ്ങളുടെ പ്രവർത്തന മേഖലയിലൊക്കെ പ്രവർത്തനങ്ങളൊക്കെ തടസ്സപ്പെടുത്താനായിട്ട് ശത്രുക്കൾ നേരത്തെ പറഞ്ഞുള്ള സംഘം ചേർന്നിട്ടുണ്ടാവും. അവരൊക്കെ നിങ്ങളുടെ പ്രവർത്തന മേഖലയിൽ നിങ്ങൾ ജോലി സ്ഥലത്തൊക്കെ വന്നിട്ട് അല്ലെങ്കിൽ ജോലിയിലൊക്കെ തടസ്സങ്ങൾ ഉണ്ടാക്കാനായിട്ട് ശത്രുക്കൾ ശ്രമിക്കുന്നതാണ്. സദാ ശ്രദ്ധിക്കുന്നതാണ്. നിങ്ങൾ കൂട്ടു ബിസിനസ്സുകളൊക്കെ നഷ്ടത്തിലേക്ക് വരുവുള്ളൂ. അതുകൊണ്ട് ഷെയർ ബിസിനസ് അല്ലെങ്കിൽ പാർട്ണർഷിപ്പ് ബിസിനസ്സിലൊക്കെ ഒന്ന് കരുതിയിരിക്കുക. ജോലി പ്രതീക്ഷിച്ചിരുന്നവർക്ക്, അതായത് പുതിയ ജോലിയിൽ പ്രവേശിക്കണമെന്ന ആഗ്രഹത്തോടെ നിന്നവർ, ഇൻ്റർവ്യൂ ഒക്കെ പാസ്സായി നിന്നവർക്കൊക്കെ അതിൽ കയറാനും ജോലിയിൽ തുടങ്ങാനുള്ള സ്റ്റാർട്ട് ചെയ്യാനുള്ള അവസരങ്ങളൊക്കെ ആ ആഗ്രഹമൊക്കെ നിറവേറുന്ന ഒരു സമയമാണ് ജൂലൈ ആഗസ്റ്റ് മാസം. ആഭരണങ്ങൾക്ക് വേണ്ടി പണം ചിലവഴിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. സ്ത്രീകളൊക്കെ കൂടുതലായിട്ട് ദൂർത്തടിക്കുന്നതാണ് സ്വർണ്ണാഭരണങ്ങളൊക്കെ വാങ്ങാനായിട്ട്. നിങ്ങൾക്ക് മാതൃഗുണം കൂടിയിരിക്കുന്ന സമയമാണ്. മാതാവിൻ്റെ ഭാഗത്തുനിന്ന് ധനപരമായിട്ടാണെങ്കിലും മറ്റു രീതിയിലാണെങ്കിലും ഗുണഭാവം നിങ്ങൾക്ക് ഉണ്ടാവുന്ന സമയമാണ്. നിങ്ങൾ അയൽക്കാരുമായിട്ട് മെച്ചപ്പെട്ട സൗഹൃദം ഉണ്ടാക്കുന്നതിന് വേണ്ടി സദാ ശ്രമിക്കുന്ന ഒരവസ്ഥയുണ്ടാവും ഈ മാസങ്ങളിലൊക്കെ. പുതിയ സംരംഭങ്ങൾ ഏറ്റെടുക്കുന്നത് അല്ലെങ്കിൽ അത് ഏറ്റെടുത്ത് നടത്താനൊക്കെ ഉള്ള സാധ്യതയുണ്ട്. ചില പഴയ ബിസിനസ് സംരംഭങ്ങളൊക്കെ പണം കൊടുത്തു വാങ്ങി അല്ലെങ്കിൽ പിതാമഹന്മാർ നടത്തിക്കൊണ്ടിരുന്ന ബിസിനസ് സ്ഥാപനം പുനരുദ്ധാരണമൊക്കെ നടത്തിയിട്ട് നിങ്ങൾ ഏറ്റെടുത്ത് അത് വിജയത്തിലെത്തിക്കാനുള്ള സാധ്യതയുണ്ട്. വിദ്യാഭ്യാസ രംഗത്തൊക്കെ അനുകൂലമായ മാറ്റങ്ങൾ കണ്ടുവരുന്ന ഒരു സമയമാണ് ജൂലൈ ആഗസ്റ്റ് മാസം. നിങ്ങൾ സഹപ്രവർത്തകരുമായിട്ട് അകന്നു കഴിയാനുള്ള സാഹചര്യമുണ്ട്. അതൊന്ന് വെച്ചാൽ കൂടെ ജോലി ചെയ്യുന്നവരുമായിട്ട് ചില്ലറ തർക്കങ്ങളൊക്കെ ഉണ്ടായി നിങ്ങളവരുമായിട്ട് മാനസികമായിട്ടൊക്കെ ഒന്ന് അകലാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾക്ക് ഈ മാസം ഓഗസ്റ്റ് മാസമൊക്കെ ആകുമ്പോൾ ഈശ്വര ചിന്തയൊക്കെ കൂടുതലായിട്ട് കാണുന്ന സമയമാണ്. നിങ്ങൾക്ക് ചിലരൊക്കെ നിലവിലുള്ള ജോലി മാറിയിട്ട് മറ്റൊരു ജോലി ആഗ്രഹിക്കുന്നവർക്കൊക്കെ മേന്മയുള്ള ജോലി ലഭിക്കുന്ന ഒരു സമയമാണ്. ധനരംഗത്തുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറിക്കിട്ടി ഒരുവിധം മുന്നോട്ട് പോകുന്നൊരു സമയമാണ് ജൂലൈ ആഗസ്റ്റ് മാസം. പൊതുരംഗത്തും ഉയർച്ചയുടെ കാലം തന്നെയാണ്. രാഷ്ട്രീയക്കാർക്കും പൊതുരംഗത്ത് ജോലി ചെയ്യുന്നവർക്ക്, പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കൊക്കെ ഗുണകരമായ ഒരു അവസ്ഥയാണ് ഈ ജൂലൈ ആഗസ്റ്റ് മാസത്തിൽ കാണുന്നത്. പൊതുവെ ഗുണദോഷ സമ്മിശ്രമായിട്ടാണെങ്കിലും ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഒഴിച്ചാൽ ഗുണഭാവമാണ്. ഇതിൽ നിങ്ങളുടെ ഗുണഭാവത്തിൻ്റെ മൂല്യം കൂട്ടാനും ഗുണഭാവം നന്നായിട്ട് കിട്ടാനും ദോഷത്തിൻ്റെ കാഠിന്യം കുറയ്ക്കാനുമായിട്ട് നിങ്ങൾ ശനിയാഴ്ചയോ തിങ്കളാഴ്ചയോ ഒക്കെ ശിവക്ഷേത്ര ദർശനം നടത്തുന്നത് ഗുണകരമാണ്. ക്ഷേത്രത്തിലെ അഘോര മന്ത്രാർച്ചന 12, 16, 18, 24 ഒക്കെ ചെയ്യുന്നത് കഴിയാവുന്ന 12 ചെയ്യുക. അഘോര മന്ത്രാർച്ചന ചെയ്യുക. പുറകിൽ വിളക്ക് തെളിയിക്കുക, കൂളമാല സമർപ്പിക്കുകയൊക്കെ ചെയ്യുന്നത് ഗുണകരമായിരിക്കും. അതുപോലെ തന്നെ തിങ്കളാഴ്ചകളിലൊക്കെ
നാഗങ്ങൾക്ക് പട്ടും മഞ്ഞളും കൊടുക്കുക. ഒപ്പം അറുകുലയ്ക്ക് വറപൊടി നിവേദ്യം നൽകുകയൊക്കെ ചെയ്യുന്നത് നിങ്ങളുടെ ദോഷഫലങ്ങളുടെ കാഠിന്യം കുറയ്ക്കാനും ഗുണഫലങ്ങളുടെ വർദ്ധിപ്പിക്കുവാനും സാധിക്കുന്നതാണ്. എന്തുതന്നെയായാലും ദൈവത്തിൻ്റെ കൃപാകടാക്ഷത്താൽ കാര്യങ്ങളൊക്കെ മംഗളമായി നടക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഒപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. തുടർന്നുള്ള മാസങ്ങളിലെ വീഡിയോ കൃത്യമായി ലഭിക്കുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.